ഹലോ ഹായ്, എല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ബേസിസ് കിച്ചണിലേക്ക് ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓമയ്ക്ക തോരൻ വെക്കുന്നത്. ഈ ഓമയ്ക്ക എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? പലയിടത്ത് പല പേരാണ് പറയുന്നത്. പപ്പയ എന്ന് പറയും, കപ്പളങ്ങാന്നും എനിക്ക് തോന്നി ഇതിന് പറയുമെന്ന് തോന്നി. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓമയ്ക്ക എന്നാണ് പറയുന്നത്. അപ്പം ഇതെങ്ങനെ തോരൻ വെക്കുന്നു നമുക്ക്. ഞാൻ ഈ ഓമയ്ക്ക ഒറ്റയ്ക്കാണ് തോരൻ വെക്കുന്നത്. പയറിട്ട് വേണമെങ്കിൽ തോരൻ വെക്കാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ ഇത് ഒറ്റയ്ക്ക് തോരൻ വെക്കുന്നതാണ് ഇച്ചിരൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് ഒറ്റയ്ക്കാണ് തോരൻ വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുക, കണ്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ മുറിച്ചിട്ട് നല്ലവണ്ണം കഴുകും. അകത്ത് ഒരു സാധനം ഉണ്ടല്ലോ, കുരുകുരാന്നിരിക്കുന്ന കുരുവിൻ്റെ ഒരു സാധനമുണ്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇത് ഞാനിനി ചോപ്പറിലിട്ട് അടിക്കും. ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് തോരൻ വെക്കുന്നത്. കൈ കൊണ്ട് അരിയാമെങ്കിൽ അത് ഏറ്റവും ബെറ്റർ. പക്ഷേ കൈ കൊണ്ട് ഇത്രയും അരിയുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ ചോപ്പറിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് രണ്ട് അടി അടിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോകണേ. കട്ട് ചെയ്തതിന് ശേഷം അപ്പം നിങ്ങൾ എടുക്കുന്ന ഓമയ്ക്ക വലുതാണെങ്കിൽ നടുക്കൂടി ഇങ്ങനെ ഒന്ന് മുറിക്കുക. കണ്ടോ, ഇത് നല്ല പൊട്ടുകായ കണ്ടോ, ഇതിനകത്ത് കണ്ടോ കുരുവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം ഇങ്ങനെ പിച്ചാത്തിയുടെ ഇതുകൊണ്ട് വെള്ളം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമുക്ക് കഴുകണം. കഴുകി നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് വെള്ളം ഒന്ന് തോന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, ചോപ്പറിലോട്ടിട്ട് നമുക്ക് ഇത് അടിക്കണം. ഇത് പൊട്ട് കുരുവാകട്ടോ, ഇത് കിളിക്കത്തില്ല. അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റിനകത്ത് കളയേണ്ട സാധനമാണ്. ഇതിപ്പോൾ അത് നല്ലവണ്ണം ഇതങ്ങോട്ട് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ചോപ്പ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ചോപ്പറിനകത്ത് ഇടുമ്പോൾ ചെറിയ ചെറിയ പീസാക്കി ഇടുന്നതായിരിക്കും എളുപ്പം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ എടുക്കുവേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി ഇടുക. അപ്പോൾ എളുപ്പം അതങ്ങ് കാര്യം നടക്കും. മെഷീനല്ലേ, അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അത് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഒത്തിരി അങ്ങ് ഇടണ്ട. എൻ്റെ ചോപ്പറിനകത്ത് കുറച്ചിടാൻ നോക്കും. നിങ്ങളുടെ ചോപ്പറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ കുറച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പം ഇത് ഞാൻ കുറച്ചൊന്ന് പീസാക്കട്ടെ. അപ്പോൾ കഴുകി ഒരു കണ്ണോപ്പയ്ക്കകത്തോട്ട് വെക്കണേ. കാരണം എന്ന് വെച്ചാൽ ആ വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് ഊറിപ്പോകട്ടെ. വെള്ളത്തോട് കൂടി എടുത്തിട്ടങ്ങ് അടിക്കരുത്. അപ്പോൾ അതങ്ങ് വെള്ളം പിടിച്ചിരിക്കും. ഓമയ്ക്കല്ല, വെള്ളമൊക്കെ ഉള്ളതല്ലേ അതിന്. അപ്പം ഇത് ഞാനൊന്ന് അടിക്കട്ടെ. ഇനി നമുക്ക് ഓമയ്ക്ക തോരൻ വെക്കാൻ നോക്കാം. അതിന് ഞാനൊരു ചെറിയ ഉള്ളി കടുക് വറക്കാനെ കൊണ്ട് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉള്ളി കടുക് വറക്കാൻ മാത്രം. നമ്മൾ സാധാരണ തോരനിടുന്ന പോലെ ഉള്ളി വേണ്ട. ഒരു കൊച്ചുള്ളി, പിന്നെ ഒരു കുറച്ച് പച്ചമുളക്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ. ഇനിയിപ്പം ഞാൻ ഫ്രൈ പാൻ അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കിംഗ് ഓയിലാണ് ഞാൻ അങ്ങോട്ട് ഒഴിക്കാൻ പോകുന്നത്. കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. അപ്പം എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഞാൻ കുക്കിംഗ് ഓയിൽ ഒഴിച്ചേക്കുന്നത്. ഈ എണ്ണയ്ക്കകത്ത് ഞാൻ കടുകല്ല ഇടുന്നത് കേട്ടോ. കടുകിന് പകരം നമ്മുടെ കുത്തിരി ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പച്ചരിയല്ല, വെള്ള അരിയോ കുത്തിരിയോ. ഞാൻ റെഡ് റൈസാണ് എടുത്തിരിക്കുന്നത്, കണ്ടോ. ഒരു പിടി അരിയാണ് ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നത് കേട്ടോ. കഴുകിയിട്ടെടുക്കാമെങ്കിൽ അത് ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി എടുക്കണം. കാരണം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏതൊരു സാധനവും നമ്മൾ അതിൻ്റെതായ നീറ്റ് ആൻഡ് ക്ലീൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പല കൈ കയറി ഇറങ്ങുന്നതല്ലേ. അപ്പം ഇത് ഞാൻ എണ്ണ ഒന്ന് ചൂടാക്കട്ടെ. നല്ലവണ്ണം എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം എണ്ണ ഒന്ന് ചൂടാകട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ ഈ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഈ അരി ഒന്ന് മൂക്കണം. എന്നുവെച്ചാൽ മൂക്കണം എന്ന് പറഞ്ഞാൽ ഇത് പൊള്ളണം, പൊങ്ങുമല്ലാണ്ട് കേട്ടോ. നല്ലവണ്ണം ഇതാണ്ട് ചൂടിനകത്തോട്ട് ഇരുമ്പോൾ അത് പഫാകും. അതിനുശേഷം നമുക്ക് ഉള്ളി മുളകുമൊക്കെ ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ പൊള്ളിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സാധനം ഇടാൻ. അല്ലെങ്കിൽ പിന്നെ ഇത് എന്താ പറയുന്നത്, പൊങ്ങത്തില്ല കേട്ടോ. അപ്പോൾ ഇത് പഫ ആകണമെങ്കിൽ നമ്മൾ ആ ചൂടെണ്ണയ്ക്കകത്തോട്ടിട്ട് ഇത് ചെയ്യണം. അതൊന്ന് പഫ ആകാനുള്ള ഒരു സാവകാശം കൊടുക്കണം. അല്ലെങ്കിൽ അരി കടിക്കാതിരിക്കാൻ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാം നമ്മുടേത് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തീ അങ്ങോട്ട് കുറച്ചിട്ടിട്ട് ഈ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകണം. ഉള്ളിയും പച്ചമുളകും കൂടെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പം ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന ഉടനെ ഇത്തിരി എന്താ പറയുന്നത് ഉപ്പും മഞ്ഞളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം.
പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ ഈ ഓമയ്ക്കകത്ത് പയറിട്ടൊന്നും അല്ല ചെയ്യുന്നത്. പെട്ടെന്ന് അഥവാ നിങ്ങൾ പയറൊക്കെ ഇട്ടാൽ ചെയ്യുന്നെങ്കിൽ പയർ വേവിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനെ കൊണ്ട്. അപ്പം ഇതൊന്ന് മൂത്തോട്ടെ. അതുപോലെ ഈ അരി കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഈ അരിയുടെ ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടുകിട്ട് പൊട്ടിച്ച് സാധാരണ ചെയ്യുന്ന പോലും ചെയ്താൽ മതിയേ. പക്ഷേ ഈ അരി ഇട്ട് പൊരിക്കുന്നുണ്ടേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴലിട്ടെ. അപ്പം ആ സമയത്തേക്ക് നമുക്ക് ഉപ്പ് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാം ഉപ്പ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിനൊന്നും നമുക്ക് അളവ് പറയാൻ ഒക്കത്തില്ല. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് ഉപ്പ് കുറച്ച് വേണം. പിന്നെ മഞ്ഞൾ ഒരു ചെറിയ സ്പൂണിന് ഒരു നുള്ളിനേക്കാൾ ഇച്ചിരി കൂടി ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഒത്തിരി മഞ്ഞൾ ഇട്ടാൽ ആ മഞ്ഞളിൻ്റെ ചുവ വരും. അതുണ്ടാകാതിരിക്കാനാണ് കുറച്ചിടുക. ഒരു നുള്ളിട്ട് ശരിക്കും അത് ഈ എണ്ണയ്ക്കകത്തോട്ട് കിടന്നൊന്ന് മൂക്കട്ടെ. ഓമയ്ക്കൊക്കെ എപ്പോഴും നല്ല സാധനങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകാത്ത സാധനങ്ങൾ. ഇതൊക്കെ തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. കാബേജ് തോരനൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിനേക്കാളും നല്ല ടേസ്റ്റും ഗുണവും ഉള്ളതാണ് ഈ ഓമയ്ക്കകത്തിന്. അപ്പം നമ്മുടെ ഇത് എല്ലാം ഉള്ളിയും എല്ലാം പരുവത്തിന് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇടാൻ പോകുന്നത് തേങ്ങയാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ മിക്സിക്കകത്ത് ചതയ്ക്കുന്നൊന്നുമില്ല. കാരണം ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങയാണ്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് അങ്ങിടുകയാണ്. ഈ തേങ്ങ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മൂക്കണം. അതിൻ്റെ ആ പച്ചമണം മാറി ഒന്ന് മൂക്കണം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നേരിട്ട് തേങ്ങ ഇട്ട് ചെയ്യുന്നതിലും നല്ലതാണ്. ചെറുതായിട്ട് ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട്, ഒത്തിരി മൂത്ത് പോകരുത്. അറിയാമല്ലോ, ഒരു ചെറിയ മണം വരുന്നത്, ഒരു നറുമണം വരും. ആ നറുമണം വരുന്ന ഉടനെ നമുക്ക് ഓമയ്ക്ക ഇട്ട് കൊടുക്കണം. ആ മഞ്ഞളും ഉപ്പും എല്ലാം ഇതിനകത്തോട്ടങ്ങ് പിടിക്കും. നേരെ പച്ചത്തേങ്ങ ചേർക്കുന്നതിലും നല്ലതാണ്. എപ്പോഴും തോരനൊക്കെ ഉണ്ടാക്കുമ്പം തേങ്ങ ആദ്യം എണ്ണയ്ക്കകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതങ്ങ് മൂക്കും. അതിന് നല്ലൊരു സ്മെല്ല് വരും. ആ മഞ്ഞളൊക്കെ നല്ലവണ്ണം ഒക്കെ അതിലൊന്ന് പിടിക്കുമ്പോൾ. അപ്പോൾ ഇത് നല്ലവണ്ണം മൂത്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങ നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓമയ്ക്ക നമുക്ക് ഇതിനകത്ത്, നിങ്ങൾക്ക് ചോപ്പർ ഇല്ലെങ്കിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്ററിനകത്ത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതെങ്ങനെ അതിൽ അരിഞ്ഞ് കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടണം. തോരൻ അരിയുന്നത് പോലെ തന്നെ അരിയണം. എന്നിട്ട് ഇതിങ്ങനെ നല്ലവണ്ണം ഇതൊന്ന് ഇളക്കിയിട്ട്, വെള്ളം അധികം ഒഴിക്കരുത്. ഓമയ്ക്ക തോരനൊന്നും വെള്ളം അധികം ഒഴിച്ച് അല്ലാതാക്കരുത്. കാരണം ഇതിനകത്തൊക്കെ ഓൾറെഡി നാച്ചുറലായിട്ടുള്ള വെള്ളം ഇതിനകത്തെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടത് കരിഞ്ഞു പോകാതിരിക്കണം. ആവി വരാൻ തക്കവണ്ണമുള്ള ഒരു സ്പൂണോ 2 സ്പൂണോ വെള്ളമേ നമ്മൾ ഇതിനകത്ത് ഒഴിക്കാവൂ. പിന്നെ തീ കുറച്ചിടുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് അടിപിടിക്കും. ഇതിപ്പം നല്ലവണ്ണം ഈ തേങ്ങായും ഇതെല്ലാം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു 2 സ്പൂണ് വെള്ളം ഒഴിക്കാൻ പോകണം. കാരണം ഒരു ചെറിയ ആവി വരാനും മാത്രമുള്ള വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് നമുക്കിത് അടച്ചു വെക്കാം. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിന്. കാരണം അധികം വേവുള്ള സാധനമല്ല ഇത്. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചാൽ തോരൻ അളിഞ്ഞിരിക്കും, വെള്ളം പിടിച്ചിരിക്കും. അപ്പം ഇതാകുമ്പോൾ നമുക്ക് നല്ല പരുവത്തിന് കിട്ടും, ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം ഇത് നമുക്കിതിങ്ങോട്ട് ഇങ്ങനെ തവിയും കൊണ്ട് ഇങ്ങോട്ട് ഒതുക്കി ഇതങ്ങോട്ട് അടച്ചു വെക്കാം. ഇതവിടെ നിന്ന് വേവട്ടെ. 2 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ ഓമയ്ക്കയ്ക്ക് നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട്. ഞാനതങ്ങോട്ട് തുറക്കുവാണേ. ഓപ്പൺ ആക്കിയിട്ട് നോക്കാം നമുക്ക്. കണ്ടോ, നല്ലവണ്ണം വെള്ളമൊക്കെ പറ്റി നല്ലവണ്ണം ഇത് വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഇത് നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ നിരത്തിയിട്ട്, വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് പറ്റിപ്പോകട്ടെ. കാരണം ഇത് വെള്ളം പിടിച്ചിരുന്നാൽ കൊള്ളത്തില്ല. അപ്പോൾ അതൊന്ന് നമുക്കിങ്ങനെ ഒന്ന് ഒലത്തിയിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. അങ്ങ് വെള്ളം പറ്റിക്കോളും.
ഓമയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കാൻ പോവാണേ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ്, ഹെൽത്തിയാണ്, ഹെൽത്തി ഫുഡാണ്. അപ്പം നിങ്ങളിതെല്ലാം ട്രൈ ചെയ്യുക. ശേഷം വേറൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.